മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുന്നത് ഇപ്പം നല്ല വരൾച്ചയാണ്, കഠിനമായ ചൂടുള്ള ഒരു സമയമാണ്. നമുക്കറിയാം, മലയാള മാസം നോക്കുന്നുണ്ടെങ്കിൽ ധനു, മകരം, കുംഭം, മീനം മേടമാസങ്ങളിൽ നല്ല ചൂടും ഒക്കെ ഉഷ്ണമൊക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമുക്കിപ്പോൾ കുറച്ച് വാഴകൾ, ഏതാനും വാഴകളൊക്കെ ഉള്ളെങ്കിൽ അവയ്ക്ക് നല്ല രീതിയിൽ പരിചരണം കൊടുക്കാമെങ്കിൽ അത് കുറച്ച് കിട്ടും. എന്ന് മാത്രമല്ല, ഇപ്പം പഴത്തിന് നല്ല വില, ഈ ഉണക്കത്ത് നല്ല വിലയായിരിക്കും. അപ്പോൾ നമുക്ക് വാഴപ്പഴം മേടിക്കാൻ നിൽക്കാനും അതല്ല നമുക്ക് വിലയ്ക്ക് വിൽക്കാനും, വിറ്റാലും നല്ല വില കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് ചെയ്യുന്ന ഒരു പരിചരണമാണ്. അതുപോലെ തന്നെ ഈ ഉണക്കത്ത് കഴിയുന്നതും ഈ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഴയുടെ വളർച്ച മുരടിക്കുകയും നല്ല വളർച്ച ഇല്ലാതൊക്കെ വാഴ അതുപോലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്കുള്ള ഏത് വാഴയായാലും, പൂവനായാലും, പളന്തൊണ്ണയായാലും, റോബസ്റ്റയായാലും, ഏത് വാഴയായാലും അത് വളരെ പെട്ടെന്ന് കുലച്ച് കിട്ടുന്നതിനും കൊല വിളഞ്ഞ് കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു ജൈവ കൃഷിരീതി, ജൈവ വളപ്രയോഗ രീതിയാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിനിവിടെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു പഴയ കന്നാസാണ്. അപ്പോൾ ഈ കന്നാസിൻ്റെ അടിഭാഗത്ത് ആണി ഉപയോഗിച്ച് 2 ദ്വാരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആണി പഴിപ്പിച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി, 2 ദ്വാരം അങ്ങനെ വീഴും. അപ്പോൾ ആ കന്നാസ് ദാണ്ട് ഈ വാഴകളുടെ, ഇപ്പോൾ ഇത് 4-5 വാഴയുണ്ട്, 4 മൂട് വാഴയുണ്ട്. ഈ 4 മൂട് വാഴയിലെ ഒരു മൂട് വാഴ ഞാൻ ഇത് കൊല വരാൻ വേണ്ടി ചെയ്തു, അത് വിജയിച്ചു. അതാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ കന്നാസ് ഇവിടെ വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യമായിട്ട് ഇത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് നമുക്കറിയാം ചാണകത്തിന് തുല്യമായിട്ട്, ചാണകം ഇല്ലാത്ത സാഹചര്യത്തിൽ ചാണകം തുല്യമായിട്ട് ഉള്ള വളങ്ങൾ പ്രദാനം ചെയ്യുന്ന, വളങ്ങൾ ലയിക്കുന്ന ഒരു സംഗതിയാണ് ഈ കടലപ്പിണ്ണാക്ക്. ഈ കടലപ്പിണ്ണാക്ക് ഞാൻ ദാണ്ടെ ഈ കന്നാസിലെ കിട്ടി. പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. നമുക്കറിയാം കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കുന്ന ഏത് കൃഷിക്കും നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വേപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കും. കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ചിട്ട് വേപ്പിണ്ണാക്ക് ഉപയോഗിക്കായിരുന്നു. അതായത് കടലപ്പിണ്ണാക്ക് ഇട്ടിട്ട് വേപ്പിണ്ണാക്ക് ഇടാതിരുന്നു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അതുകൊണ്ടാണ്, ശല്യം എന്ന് വെച്ചാൽ ഉറുമ്പ് അതെല്ലാം തിന്നും. അതുകൊണ്ടാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് എവിടെ വളമായിട്ട് ഉപയോഗിച്ചാലും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത് വെണ്ണീർ അഥവാ ചാരമാണ്. നോക്കുക, ഇനിയിപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവത്തേയില്ല. ഇത്രയും നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 10 ലിറ്റർ വെള്ളം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പത്ത് ലിറ്റർ വെള്ളം നമ്മൾ ഈ കന്നാസിനകത്ത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വാഴയുടെ ചുവട് നിൽക്കുന്ന കാടുമൊക്കെ പിഴുത് ഇതിൻ്റെ ചുവട് ചെറിയ രീതിയിൽ മണ്ണ് ഒന്ന് ഇളക്കിയിടണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കന്നാസിൻ്റെ ചെറിയ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന ആ ജലകണികകൾ ഈ വാഴയുടെ ചുവട് മുഴുവൻ വ്യാപിക്കും. അപ്പം ആ ജലകണികകളിനകത്ത് ഈ വളങ്ങളൂടെ ചേർന്നാണ് വരുന്നത്. അങ്ങനെ വ്യാപിക്കുകയും ഈ വേരുകൾ ഇത് പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഇപ്പോൾ വെള്ളമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ സമ്പുഷ്ടമായ വളവും വെള്ളവും കൂടി വലിച്ചെടുത്ത് വളരെ പെട്ടെന്ന് ഇത് കുലയ്ക്കാനുള്ള ഒരു രീതി ഉണ്ടാകും. ആ വാഴ ഞാൻ കുലയ്ക്കും. എന്ന് മാത്രമല്ല, ഈ കുലകൾ വളരെ പെട്ടെന്ന് തന്നെ വിളഞ്ഞു കിട്ടുകയും അത് ഒടിഞ്ഞു വീഴുകയോ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ പൂവൻവാഴയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പടല, അതായത് കൂമ്പ് വിരിഞ്ഞ് പടല വന്നതിന് ശേഷം പിന്നെ നിർത്തേണ്ട കാര്യമില്ല. എന്നാൽ പാളാന്തോടം വാഴയ്ക്കും റോബസ്റ്റയ്ക്കും ഒക്കെ കൂമ്പ് ഒടിച്ചതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ഇതേപോലെയുള്ള ഈ കന്നാസിനകത്ത വെള്ളം അതിൻ്റെ ചുവട്ടിൽ നിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഇങ്ങനെ നമ്മൾ ജലസേചനം നടത്തുന്നുണ്ടേ 2 കാര്യങ്ങൾ. ഒന്ന്, പൂർണ്ണമായിട്ടും വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നില്ല, ജലനഷ്ടം ഉണ്ടാകുന്നില്ല. അത് പൂർണ്ണമായിട്ടും ചെറിയ കണികളായി ആ മണ്ണിൽ തന്നെ ലയിക്കുകയും അങ്ങനെ ആ സസ്യങ്ങൾക്ക്, അതേത് സസ്യമായാലും പ്രത്യേകിച്ച് വാഴയ്ക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുകയും നല്ല ആരോഗ്യമുള്ള വാഴയായിട്ട് വളർന്ന് നല്ല കൊലകൾ കിട്ടുകയും ചെയ്യും.
എന്നാൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വളം തയ്യാറാക്കി ഈ ഭയങ്കരമായ കഠിനമായ ചൂട് സമയത്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജലം ബാഷ്പമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. വളവും ലവണങ്ങളും ജലവും ഒന്നും പൂർണ്ണമായിട്ട് ഈ വാഴയ്ക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ, ഇപ്പോൾ ഈ രീതികളെന്ന് പറയുമ്പോൾ ഏതാനും വാഴകളൊക്കെ ഉള്ളവർക്ക് ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ ബിസിനസ് അടിസ്ഥാനത്തിൽ വലിയ കർഷകർക്കൊക്കെ, വലിയ ഏക്കർ കണക്കിന് കൃഷിയൊക്കെ ഉള്ളവർക്ക് അത് ഈ രീതി പ്രയാസമാണ്. അതിന് ചെയ്യേണ്ടത് ചില മോട്ടോർ ഉപയോഗിച്ചുള്ള ജലസേചന സൗകര്യങ്ങളും ഒക്കെയാണ് നല്ലത്. പ്രത്യേകിച്ച് ഇത് കരപ്പുരയിടങ്ങളിൽ, കരയ്ക്ക് കൃഷിഭൂമിയിൽ കരയ്ക്കുള്ള സ്ഥലത്തുള്ള വാഴ കൃഷിയെ പറ്റിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ഇത് ശേഖരിക്കാൻ, ഇത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേണ്ട എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.